ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. 3-2-1 എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മലബാർ സ്പെഷ്യൽ കിളിക്കൂടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കിളിക്കൂടിൻ്റെ മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയിട്ട് പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സബോള അരിഞ്ഞു വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. ഇത് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. സബോള അധികം വാടണ്ട. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവ നമുക്കൊന്ന് വഴറ്റാം. പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് ചേർക്കാം. വലുതാണെങ്കിൽ 1 ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ മിക്സ് ആക്കിയതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് ഒന്ന് മിക്സ് ആക്കാം. ഇതിൽ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇത് തീ ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ മാറ്റി വയ്ക്കാം. മിക്സ് ചൂടാറിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുറച്ച് കയ്യിലെടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഞാൻ അതിൻ്റെ ഉള്ളിലായിട്ട് പുഴുങ്ങി വെച്ച ഒരു കാടമുട്ട വെച്ച് കൊടുക്കാം. അതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. വീണ്ടും അതുപോലെ ചെയ്യാം. മിക്സ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു കാടമുട്ട വെച്ച് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് കവർ ചെയ്യണം. എന്നിട്ട് നന്നായി ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. കോഴിമുട്ട ഉപ്പിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. ഇത് വറുത്തത് എടുക്കാം, വറുക്കാത്തത് എടുക്കാം. ഇനി നമുക്ക് അതിലത്തെ ഓരോ ബോൾസ് ഈ മുട്ടയിലേക്ക് മുക്കിയിട്ട് അതിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. വെർമിസെല്ലിയിൽ നന്നായി തന്നെ കവർ ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു സൈഡായിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്കത് ഫ്രൈ ചെയ്യാം. 2 സൈഡും ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം.
അടുത്ത ബാച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അടുത്ത ബാച്ച് ആയിട്ട് നമുക്ക് കോരി മാറ്റാം. കാടമുട്ട വെച്ചിട്ടുള്ള കിളിക്കൂട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.